ഹായ്, ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാട്ടോ. എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് പോയത് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ എഴുന്നേറ്റു. നമ്മുടെ ഡ്യൂട്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു. കാശിക്ക് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവളെ ഒരുക്കി പറഞ്ഞയക്കുക, അവൾക്ക് ഫുഡ് കൊടുക്കുക, ഫുഡാക്കി കൊടുക്കുക. ഇതാണ് മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പം ഇന്ന് കാശിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കോൺഫ്ലെക്സ് ആണ് കേട്ടോ. നോർമലായിട്ടുള്ള കോൺഫ്ലെക്സ് അല്ല, അത് കുറച്ചൊരു മധുരം ഒക്കെ ആഡ് ചെയ്തിട്ട് അതുപോലെ ആൽമണ്ട് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പം എനിക്കും കഴിക്കാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മധുരം ആഡ് ചെയ്യണോ അല്ലെങ്കിൽ തേനോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ. എന്നാലേ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവുള്ളൂ. കാശിക്ക് അങ്ങനെയാണ് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഞാനത് പാക്കൊക്കെ പൊട്ടിച്ചു, ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അതിന് പണിയില്ലാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റിൻ്റെ പണിയല്ലേ ഉള്ളൂ, നമുക്കത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇടണം. അപ്പം ഫ്രണ്ട് ഏരിയ ഞാനൊന്ന് ഒതുക്കി പെറുക്കി വെക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വൃത്തികേടൊക്കെ പെട്ടെന്നാവും. കാരണം മഴ, ചളി, പിളി എല്ലാം കൂടി ആയിട്ട് ഒരു വൃത്തികേടാവും. പിന്നെ ചെരുപ്പൊക്കെ ഒന്ന് ഒതുക്കിയിടണം. അതുപോലെ ഈ റെയിൻ കോട്ടൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് അതൊക്കെ അവിടെ അലമ്പായിട്ട് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഏരിയ ഒന്ന് ഉഷാറാവല്ലോ. അപ്പം അതിന് ശേഷം ഞാനിതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഒന്ന് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ സാധാ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള വേയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാവുമല്ലോ. ആ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു ചിക്കൻ കറി ഒന്നല്ല. നമ്മൾ ഡെയിലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ചിക്കൻ കറി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണ്, ഇതാ ഉള്ളി മുറിച്ച് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കും. അപ്പോൾ തണുപ്പാവുമ്പം അതിൻ്റെ ആ ഉള്ളീൻ്റെ എരിച്ചിലുണ്ടാവുമല്ലോ, അത് നല്ല കുറവുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് പുതിയൊരു സ്ലൈസറാണ്. ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയൊരു സ്കൂൾ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാനിത് വാങ്ങിയതായിരുന്നു. ഇത് കുറേ ആയി വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യൊന്നും മുറിയാനും ചാൻസ് ഇല്ല. അതുപോലെ നമുക്ക് എങ്ങോട്ടെങ്കിലും നോക്കിയിട്ട് വേണമെങ്കിലും സ്ലൈസ് ചെയ്തെടുക്കാം. കാരണം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഉള്ളിയോ എന്താ വെച്ചാൽ നമ്മൾ എന്താണോ കട്ട് ചെയ്യുന്ന സാധനം വെച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ശ്രദ്ധ ഇല്ലെങ്കിലും ഒന്നും ആവില്ല. അപ്പം ഈ ഒരു സ്ലൈസർ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. യൂസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നല്ല തിന്നായിട്ട് നമുക്ക് സംഭവങ്ങളെല്ലാം കിട്ടും. അപ്പം നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ജീരകവും ഉലുവയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന മടി കാരണം ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കുക്കർ കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ആ ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഗാഷിനെ ഒന്ന് കാണിച്ചു തരാം. ഗാഷിത ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി, സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഡ്രസ്സ് ചെയ്യലും മാറ്റി ഒരുങ്ങി വരലൊക്കെ അവൾ തന്നെത്താനെ ചെയ്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പണി ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവൾ വന്ന സ്ഥിതിക്ക് ഇനി അവളെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആക്കി കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്കാക്കുന്നത് കോൺഫ്ലെക്സ് ആണ്. അപ്പം ഞാൻ പാലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. സാഫ്രോണാണ് ചേർക്കുന്നത്. അപ്പം ഇത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ഒരു ഫ്ലേവർ കേട്ടോ. പക്ഷെ ഞാൻ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ അവളറിയാണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ പിടിക്കപ്പെടാറുണ്ട്. അത് ഞാൻ ഇപ്പം മനസ്സിലാവും നിങ്ങൾക്ക് കേട്ടോ.
അപ്പം തിളച്ച് വരുന്ന പാലിലേക്ക് ഞാൻ സാഫ്രോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കോൺഫ്ലെക്സ് ഇട്ടിട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇത് മധുരം ഉള്ളതാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യം ഷുഗർ ആഡ് ചെയ്യാണ്ടാണ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊക്കെ ആ ഒരു മധുരം തന്നെ മതിയായിരുന്നു. പക്ഷെ അവൾക്ക് ഇനിയും വേണം, മധുരം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവൾ കോൺഫ്ലെക്സ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാഫ്രോൺ ആഡ് ചെയ്തത് അവൾ പിടിക്കപ്പെട്ടു എന്നുള്ളത്. അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, നെഗറ്റീവ് കമൻസ് ഒക്കെ ഓരോന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ മധുരമുണ്ട്, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇത് കഴിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ഹെൽത്തി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കഴിപ്പിച്ചെടുക്കുന്നതിലൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞാൻ കഴിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ കഴിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല മധുരമൊക്കെ ആഡ് ചെയ്തപ്പം. അപ്പോൾ അത് അവിടെ നടക്കുന്ന ഇടയിൽ കൂടെ ഇനി നമുക്ക് നമ്മുടെ ഈ കറീൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അപ്പം 2 വിസിലൊക്കെ കേട്ട് വന്ന ഉള്ളിലേക്ക് ഞാൻ ചിക്കനും അതുപോലെ നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊക്കെ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഈ 3 പൗഡേഴ്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ ഇതിൽ ഒരു രസത്തിന് ഗരം മസാല ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ 3 പൗഡേഴ്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു പിഞ്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് വെള്ളം, ഒരുപാട് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഭയങ്കര ലൂസാക്കി എടുക്കുന്നതിനായിട്ട് നല്ലത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഒരു വിസിൽ കേട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ കറി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പം നമുക്ക് തോന്നുന്ന അത്ര ഒന്നുമില്ല, തട്ടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ മല്ലിയില, കരിവേപ്പില, പുതിനയില എല്ലാം കൂടി ഇട്ട് കൊടുക്കൽ. എന്നിട്ട് മിക്സ് ചെയ്താൽ നമ്മളെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഗാശീനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണം, ഹെയർ. പിന്നെ പറഞ്ഞയക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ തിരക്ക് പിടിച്ച ഒരു ലൈഫിൽ നമുക്ക് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഫുഡ് റെഡി ആക്കണോ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഇരിക്കും ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സിമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഇങ്ങനെ സിമ്പിൾ റെസിപ്പീസ് ഞാൻ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വിദേശത്തുള്ളവർക്കും സിംഗിളായിട്ട് നിൽക്കുന്നവർക്കും പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവല് സിമ്പിളായിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അവളെ ഫ്രണ്ടിൻ്റെ ഒപ്പമുള്ള വർത്താനങ്ങളൊക്കെ കഴിഞ്ഞ് അവളെ വണ്ടി വന്നു, അവൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിന്ന് ഗോതമ്പ് പത്തിരിയാണ്. അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് ഞാൻ തീർത്തിട്ട് എനിക്ക് ഇന്നും ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡി ആവാണ്. അപ്പോൾ ഇന്നും നമുക്ക് ചെറിയൊരു പുറത്ത് പോക്കുണ്ട്. അപ്പം നമ്മളിതാ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് സമയം 9:45 കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. അപ്പം ഇന്ന് പോകുന്നത് ഇത്താത്തൻ്റെ കൂടെയാണ്. അപ്പോൾ പോണ വഴിക്ക് ഇത്താത്തനെ പിക്ക് ചെയ്യണം. അപ്പം പോയിട്ട് വരാം. അപ്പോൾ ഇന്ന് ചെറിയൊരു ചാറ്റൽ മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കൂട ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പോവാണ് കേട്ടോ. പിന്നെ ഇത് സ്ലൈസറിൻ്റെ കൂടെ ഇന്നലെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഉദ്ഘാടനം കഴിച്ച് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നല്ല മഴയും നല്ല പാട്ടും ഒക്കെ ആസ്വദിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഈ ആഴ്ച മൊത്തം എനിക്ക് ഹോസ്പിറ്റൽ സന്ദർശനം ഉണ്ടെന്നാണ് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ആൾക്കാർ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. അങ്ങനെ അവിടെ പോയി നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. Bye. Thank you for watching.